ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മട്ടൻ കബാബ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഗ്രിൽഡൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. ഇത് തനി നാടൻ ടേസ്റ്റിലുള്ള ഒരു കബാബല്ല. നമ്മുടെ നാട്ടിലൊക്കെ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതിന് വില്ല തട്ടി വറുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങ ചിരവിയതുണ്ട്, ഒരു പിടിയില്ല, കുറച്ച് തേങ്ങ ചിരവിയത്, കുറച്ച് പൊരികടല, 2-3 ചെറിയുള്ളി, വെളുത്തുള്ളി, 4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മട്ടൺ. പിന്നെ നമുക്ക് വേണ്ട പൊടികളെന്ന് പറയുന്നത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ്, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ മട്ടൺ നല്ല അരച്ചെടുത്തിട്ട് വരണം. ഇത് വേവിക്കൊന്നും ചെയ്യാത്ത പച്ചയാണ്, ഞാൻ ഫ്ലഷ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബോൺലെസ് ആണ്. മട്ടൺ നല്ലപോലെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മട്ടൺ കീമ കിട്ടുകയാണെങ്കിൽ, അതായത് മിൻസ്ഡ് മട്ടൺ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനിയിപ്പോൾ മിൻസ്ഡ് മട്ടൺ കിട്ടാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട. ഇതുപോലെ ഇതിന് ഒരുപാട് മട്ടൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ബിരിയാണി വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കറി വയ്ക്കുമ്പോഴൊക്കെ അതൊന്നൊരു കുറച്ച് പീസ് മാറ്റി വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷാണത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ മട്ടൺ ഒന്ന് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിതാ മട്ടനൊക്കെ ഇവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒരു ജാറിലേക്ക് മാറ്റാം. ഞാൻ മട്ടൻ അരച്ചെടുത്ത അതേ ജാറിലേക്ക് തന്നെയാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക്, ചെറിയുള്ളി, പൊരികടല, തേങ്ങ. ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കുറച്ച് ഉപ്പിട്ടിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിത് അവിടെ ഇത്രയും ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അരയാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ മിക്സൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികളാണ്. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഫുള്ള് നിറയെ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളത് ഈ ഒരു മിക്സ് നമ്മൾ മട്ടനിൽ നന്നായി യോജിപ്പിച്ചിട്ട് നന്നായി കുഴച്ച് യോജിപ്പിക്കും. അതിന് ശേഷം നമുക്ക് എരിവ് പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് അപ്പം ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഒരുപാട് അരയാനൊന്നുമില്ല, ഈ പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ മട്ടനും അരച്ചെടുത്തിട്ടുണ്ട്, മട്ടനിലേക്കുള്ള നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ ബൗൾ എടുക്കണം, മാറ്റി വയ്ക്കുക. ഇനി ഒരു വലിയ ബൗൾ എടുത്ത് വയ്ക്കുക. ഇതിലേക്ക് നമ്മുടെ മട്ടൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ മിക്സും മട്ടനും ഒക്കെ നല്ലപോലെ ഒന്ന് യോജിക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഇതേ സംഭവം നമുക്ക് ബീഫ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. ചിക്കനിൽ അതത്ര പോരാ. ചിക്കൻ നമുക്ക് ഇങ്ങനെ പൊരികടലയൊന്നും ഇടേണ്ട കാര്യമില്ല. നമുക്ക് കബാബ് പോലെയൊക്കെ ചിക്കൻ കബാബൊക്കെ നമ്മൾ കഴിക്കില്ല, അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ മസാലയൊക്കെ
ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പും എരിവൊക്കെ ടെസ്റ്റ് ചെയ്യുക. നമുക്കിതിങ്ങനെ ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ആക്കിയെടുക്കണം. ഈ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് പൊരികടലയൊക്കെ ചേർത്തിട്ടുള്ളത്. മാത്രമല്ല പൊരികടലയും തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഇതിനൊരു നമ്മളിതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു വെറൈറ്റി ടേസ്റ്റാണ് വരിക. പലർക്കും മട്ടൻ ഇഷ്ടമല്ല. അത് മട്ടൻ്റെ ആ ഒരു സ്മെല്ല് കാരണമാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ മട്ടൻ കഴിക്കാത്തവർ പോലും അറിയില്ല നമുക്കിത് എന്താണ്, മട്ടനാണോ ബീഫാണോ എന്ന് നമുക്കറിയില്ല ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ലേശം കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറവായിരുന്നപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയുടെ ഫ്ലേവർ നോക്കുക. ഗരം മസാല പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ എക്സ്ട്രാ എരിവിനായിട്ട് കുരുമുളക് പൊടിയും ഉപ്പും ടേസ്റ്റിനായിട്ട് ഉപ്പും അതുപോലെ ഒരു ഗരം മസാലയുടെ ഫ്ലേവറിനും ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവയൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടി വെളിച്ചെണ്ണൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ ആവുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിളായി പോവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതായത് എല്ലാവരും കഴിക്കും. മട്ടൺ ഇഷ്ടമില്ലാത്തവർ പോലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അത്ര യമ്മി റെസിപ്പിയാണ്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട്, ഒരുപാട് വലുത് കനം കൂടരുത്. എന്താ കനം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവില്ല. മട്ടനാണല്ലോ, ഒബ്വിയസ്ലി വേവ് കൂടുതലായിരിക്കും. അപ്പോൾ കനം കുറച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പാൻ വെച്ചിട്ട് എണ്ണ ചൂടാകാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ കബാബ് അല്ലെങ്കിൽ മട്ടൻ എന്തെന്നാ പറയുക, വില്ല തട്ടി വറുത്തത് എന്നൊക്കെയാണ് വീട്ടിൽ പറയുക. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. മട്ടനിൽ തന്നെ അത്യാവശ്യം നല്ലപോലെ കൊഴുപ്പുണ്ട്. അപ്പോൾ ഈ ചൂടാവുന്ന സമയത്ത് ഈ മട്ടൻ തന്നെ അത്യാവശ്യം നെയ്യ് പുറത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ മട്ടൻ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ, ഇതിനിപ്പോൾ 2 കൈയുടെയോ അല്ലെങ്കിൽ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്. ആദ്യം മുട്ടയിൽ മുക്കുന്നു, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുന്നു. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആകെ 2-3 പേരിലിൻ്റെ ആവശ്യമുള്ളൂ. ഇതതുപോലെ ആക്കിയിട്ട് നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ബാക്കിയുള്ളതും ചെയ്യാം. ഇന്നിപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറെ പ്രിയം ചില്ലി ചിക്കൻ, അതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്ത ചിക്കൻ ഒക്കെയാണ്, ചിക്കനാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഹോർമോൺ കുത്തിവെച്ച ചിക്കനൊക്കെ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററാണ് മട്ടൻ, ബീഫ് പോലുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത്. മട്ടൻ കഴിച്ചാൽ കുട്ടികളിൽ റെസിസ്റ്റൻറ്റ് പവറൊക്കെ കൂടും. കുട്ടികൾക്കാണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിലും. എന്തായാലും ചിക്കനിനേക്കാളും ഇപ്പോൾ ബെറ്ററാണ് മട്ടൻ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയാണിത്. അതുപോലെ പ്രവാസികൾക്കാണെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ മിൻസ്ഡ് മട്ടനൊക്കെ കിട്ടുന്നവർക്കാണെങ്കിൽ ഒരു പണിയും ഇല്ല. നമ്മളിപ്പോൾ മട്ടൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കലും ഈ ഒരു നമ്മുടെ മിക്സ്, അതായത് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കലാണ് പണിയുള്ളത്. വേറെ ഒരു പണി ഇതിനില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എത്ര കുറച്ച് മട്ടനാണ് എടുത്തത്, പക്ഷെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടി.
ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വയ്ക്കാം. മീൻ പൊരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ എടുത്ത് പൊരിക്കാം. നിറയെ ചോറുണ്ണാൻ പറ്റും. ഇതിന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇപ്പം നമ്മൾ കുബൂസ് അല്ലെങ്കിൽ ബട്ടർ നാൻ, ബാർബിക്യൂ ഒക്കെ കഴിക്കൂലേ, അതുപോലെ നമുക്ക് നല്ല ഗാർലിക് സോസൊക്കെ ഉണ്ടെങ്കിൽ കുബൂസിൻ്റെ കൂടെ, ബട്ടർ നാനിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞു മക്കൾക്ക് ചിക്കനൊക്കെ ഒരുപാട് കൊടുക്കുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് ഈ ഒരു ഫോമിൽ അവർക്ക് മട്ടനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ചിക്കൻ കൊടുക്കുന്നതല്ല പ്രശ്നം, ഇപ്പോഴത്തെ നമ്മുടെ ചിക്കൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. നിറയെ ഹോർമോണൊക്കെ കുത്തിവെച്ചിട്ടുള്ള ചിക്കൻ, അത് നമ്മുടെ വരും തലമുറയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള അസുഖങ്ങളായിട്ട് പെൺകുട്ടികൾക്കാണെങ്കിൽ PCOD, തൈറോയിഡ് പ്രോബ്ലം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾക്കിടയിലുണ്ട്. കഴിയുന്നതും വെജിറ്റബിൾസ് കൊടുക്കുക. പറ്റുകയാണെങ്കിൽ ചിക്കന് പകരം ഇതുപോലെ മട്ടനോ ബീഫൊക്കെ ട്രൈ ചെയ്യുക. അതുപോലെ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് പകരം ചില്ലി ബീഫ് ട്രൈ ചെയ്യുക. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മറ്റ് മീറ്റ്സൊക്കെ യൂസ് ചെയ്യുക. ചിക്കൻ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുകയാണ്. മട്ടൻ നമ്മൾ ഇട്ടതിനേക്കാളും സൈസൊക്കെ കുറഞ്ഞ് നല്ലോണം ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേസ്റ്റി മട്ടൻ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.